ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമൊക്കെ വെച്ചിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പിൽ ചെയ്തെടുക്കുന്ന പായസം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തെടുക്കുന്ന ബിരിയാണിക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വ്ലോഗാണ്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഞാൻ ഫസ്റ്റ് തന്നെ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് ഡെസേർട്ടും അതുപോലെ തന്നെ പുഡിങ്ങൊക്കെയാണല്ലോ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടുണ്ട് ഡിഫറെൻ്റ് ആയിട്ട് ഇനിയിപ്പോൾ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ ഞാൻ 2 ലിറ്റർ പാലിൽ നിന്ന് ഒരു അര കപ്പ് പാല് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിലേക്ക് വറുത്തിട്ടുള്ള സേമിയയും അതുപോലെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള സാബൂനരി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് രണ്ടും ചേർത്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടി മാത്രമുള്ള ഒരു പഞ്ചസാര ചേർക്കുകയാണ്. അരക്കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 1/4 ഭാഗത്തോളാണ് ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ക്രീമും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക പഞ്ചസാരയൊക്കെ മെൽറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കിയിട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി മധുരം അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കായ ചതച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നത്. ഈ ഒരു പായസം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ ഒരിക്കലും കഴിച്ചിട്ടില്ലാത്തൊരു പായസമാണ് കേട്ടോ. കാരണം ക്രീം വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കിയിട്ടെടുക്കുക എന്നുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് തന്നെയാണ്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ചുകൊണ്ടിരിക്കട്ടെ, വേവാവട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതാ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര നമുക്കൊന്ന് മെൽറ്റായിട്ട് കിട്ടണം. ഇപ്പോൾ ഇതാ പഞ്ചസാര ഏകദേശം ഒന്ന് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് അര കപ്പ് ക്രീമാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം പായസം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് ഈ ക്രീമിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളൂ. കാരണം കൂടുതൽ ആളില്ലല്ലോ, ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് പായസമാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. ഇനിയിപ്പോൾ അര കപ്പ് ക്രീം ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പഞ്ചസാര മെൽറ്റാക്കിയിട്ട് എടുത്തതും ഈ ക്രീമും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായിട്ട് റെഡി ആയിട്ട് കിട്ടണം. അതുവരെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതാ നമ്മുടെ ക്രീമും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് പായസത്തിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പായസം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പായസം ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റുള്ളൊരു പായസമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും. അപ്പോൾ പായസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. കാരണം ക്രീം വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക എന്നുള്ളത് ഒരു ഡിഫറെൻ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പായസം. എന്നിട്ട് ഈ ഒരു പായസത്തിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനിയിപ്പോൾ അത് നന്നായിട്ടത് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീമും അതുപോലെ തന്നെ പഞ്ചസാര മെൽറ്റാക്കിയതും കൂടി ചേർത്ത് കൊടുത്താൽ ജസ്റ്റ് നമുക്കിതൊന്ന് തളിച്ച് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. കൂടുതൽ ടൈം നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല. അതിനിപ്പോൾ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയും ഒന്ന് വറുത്തിട്ട് ഒഴിച്ചാൽ നമ്മുടെ പായസം റെഡി ആയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പായസം. അപ്പോൾ ആരെ ടേസ്റ്റുള്ള ഒരു പായസം തന്നെയായിരുന്നു. അതാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം. ഇനിയിപ്പോൾ ഞാനിതാ ബിരിയാണിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ കുറച്ച് ചിക്കനെ ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ പീസാക്കിയിട്ട് തന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് സുർക്ക കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അപ്പോൾ എല്ലാതും ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി എല്ലാതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിതൊന്ന് ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൈ ആക്കാനുള്ള ഒരു ടൈമിൽ ഞാൻ കുറച്ച് കോൺഫ്ലവറും കുറച്ച് തൈരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈ ആക്കുന്ന മുന്നേ നമ്മളിത് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഫ്രൈ ആക്കുകൊണ്ട് ആ ഒരു ടൈമിൽ വേണം ഇത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബിരിയാണിയും നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷമാണ് ബിരിയാണിയൊക്കെ ഒന്ന് റെഡി ആക്കുന്നത്. അപ്പോൾ ഞാൻ അതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ്റെ കൂടെ ഞാൻ തൈര് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ. അപ്പോൾ ഞാൻ അതും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. മൊത്തത്തിൽ കറക്റ്റായിട്ട് ഞാൻ മൊത്തത്തിൽ വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു വ്ലോഗ് ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊക്കെ എന്താ പറയുക വീഡിയോ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ബിരിയാണിയിലേക്കുള്ള ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ ബിരിയാണിയിലേക്കുള്ള ചിക്കനും പൊരിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മസാല കൂടെ നമ്മൾ മസാല റെഡിയാക്കുന്ന ടൈമിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ അത് മുഴുവനായിട്ട് തന്നെ ഇതിൽ കാണിച്ചിട്ടില്ല. അതിനിപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ മൊത്തത്തിൽ ഞാനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ വേഗത്തിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് റൈസിലേക്കുള്ള സവാളയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഒരു 5 മീഡിയം സൈസുള്ള സവാള കട്ടാക്കിയത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 പഴുത്തിട്ടുള്ള അത്യാവശ്യം വലുപ്പത്തിലുള്ള തക്കാളി കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ നെയ്യും ഒഴിച്ചെടുത്തിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാവുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബിരിയാണിയിലേക്ക് അത്യാവശ്യം മസാല ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വേഗത്തിൽ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടെടുക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിനിപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആക്കിയിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണയും നെയ്യിലും കൂടിയിട്ടായിരുന്നു ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ഞാനിതാ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനിപ്പോൾ നമ്മുടെ ഈ തക്കാളിയും അതുപോലെ തന്നെ സവാളയും നന്നായിട്ട് തന്നെ ഒന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതുകൂടി നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് വേഗത്തിൽ റെഡിയായിട്ട് കിട്ടും ചെയ്യും. കൂടുതൽ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട കേട്ടോ. ഇതിപ്പോൾ 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെ പേസ്റ്റും അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ, 1 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തൈര് കൂടി ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചിക്കൻ ഫ്രൈ ആക്കി നിന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയുടെയും പുതിനയുടെയും ഇല, കൂടുതൽ മല്ലിയുടെ ഇലയാണ്, കുറച്ചാണ് പുതിനയുടെ ഇലയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കൈപ്പിടി നിറയെ ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. അതിനുശേഷം ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കന് ഞാനിതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ചിക്കന് കൂടി ചേർത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ ചിക്കന് ഉടയാത്ത രീതിയിൽ മെല്ലെ ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് തിളപ്പിച്ചിട്ട് എടുത്താൽ മാത്രം മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണിത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി കൂടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ റൈസ് വേവിക്കുന്ന ഒന്നും കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ റൈസ് ഈ ഒരു ചിക്കൻ്റെ എന്താ പറയുക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള റൈസ് ജീരകശാല റൈസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പെരുന്നാളിന് കൂടുതലായിട്ട് ഉണ്ടാക്കിച്ചെടുക്കാറുള്ളത് ഈ ഒരു റൈസ് വെച്ചിട്ടാണ്. അതിൻ്റെ പകുതി റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഗരം മസാല പൗഡർ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ മേലോട്ട് കുറച്ച് മല്ലിയുടെ ഇല കൂടി ഇട്ട് കൊടുക്കുക. ബാക്കി റൈസ് കൂടി ഇട്ട് കൊടുത്തിട്ട് അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മേളിലായിട്ട് കുറച്ച് നെയ്യിലൊന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്ന് എന്താ പറയുക ഇതുപോലെ റെഡിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ബിരിയാണിയുടെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ശേഷം ഞാൻ സവാള ഫ്രൈ ആക്കിയത് കൂടി ഇതിൻ്റെ മേലേക്ക് ചേർക്കുന്നുണ്ട്. സവാള ഫ്രൈ ആക്കിയത് കൂടി ചേർത്തിട്ട് ഞാൻ ഇതൊന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനത് അടുപ്പത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. മേലെ കുറച്ചധികം തന്നെ കനൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂറെങ്കിലും നമ്മളിത് ദമ്മിലിരിക്കണം, എന്നാലാണ് ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ഞാനിതാ അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും കാര്യങ്ങളും ഒക്കെ ഞാനൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മേളിലുള്ള റൈസും കൂടെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ റൈസ് മാത്രം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അതിൻ്റെ ശേഷം ചിക്കന് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ അതാ ഈ ഒരു മസാല ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു ബിരിയാണീൻ്റെ മസാല ഞാനിതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
എന്നിട്ട് ബാക്കി റൈസ് കൂടി ഞാൻ ഇതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് ഒരു പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണി. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ളൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ബിരിയാണി വെക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അതുപോലെ നമ്മൾ പാർട്ടിയിലും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഇനിയിപ്പോൾ ഇതാ ടേബിളിൽ ചോറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുളിയും നമസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ പിന്നെ ബിരിയാണിയിലേക്ക് ചമ്മന്തി, അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ഒരു പായസം, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആക്കിയതും, പിന്നെ പപ്പടം, ചമ്മന്തി, തൈര്, അതൊക്കെയാണ് കേട്ടോ ബിരിയാണിയിലേക്കുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഇനി പെരുന്നാളിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ.